അമേരിക്ക വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ആർട്ടമിസ് പദ്ധതി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ചൈന അവരുടെ സ്പേസ് സ്റ്റേഷൻ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ എല്ലാവരും, ചിലർ വളരെ നിരാശയോടെ ചോദിക്കുകയാണ്, നമ്മൾ ഭാരതം ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്ന ഗഗൻയാൻ പദ്ധതി എന്തായി? ശരിയാണ്, ഓരോ ഭാരതീയരും കാത്തിരിക്കുന്ന വൻ പ്രോജക്റ്റാണ് ഗഗൻയാൻ. അതിൽ മലയാളിക്ക് സന്തോഷിക്കാൻ ഏറെയുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഗഗനചാരികളിൽ ഒരാൾ മലയാളിയാണ്. വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ. നമുക്കിന്ന് ഗഗൻയാൻ പദ്ധതി, അതിൻ്റെ പുരോഗതി എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം, ശാസ്ത്രപ്രേമികളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ലോകത്തിന്ന് വരെ 3 രാജ്യങ്ങൾ മാത്രമേ ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയച്ചിട്ടുള്ളൂ: അമേരിക്ക, റഷ്യ, ചൈന. ബഹിരാകാശ ടെക്നോളജി എന്നത് തന്നെ അങ്ങേയറ്റം പണച്ചെലവും പരാജയസാധ്യതയുള്ളതും പതിറ്റാണ്ടുകളോളം സമയമെടുത്ത് നേടിയെടുക്കുന്നതുമാണ്. ഭൂമിയുടെ ഗുരുത്വബലത്തെ വെല്ലുവിളിച്ച് 100 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുക, റോക്കറ്റിൻ്റെ തുഞ്ചത്തുള്ള കൃത്രിമ ഉപഗ്രഹം അഥവാ പേലോഡിനെ ഡെസിഗ്നേറ്റഡ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്ത് ഭൂമിയെ വലം വെപ്പിക്കുക എന്ന പ്രക്രിയയിൽ അടങ്ങിയിരിക്കുന്നത് ആയിരക്കണക്കിന് ടെക്നോളജികളാണ്. ഇന്ധനം, പ്രൊപ്പൽഷൻ, എൻജിൻ, കടുത്ത ചൂടിനെ പ്രതിരോധിക്കുന്ന മെറ്റൽ അലോയികൾ, ദിശ നിയന്ത്രണം, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പോലെ സങ്കീർണമാണത്. ഇക്കാരണം കൊണ്ടൊക്കെയാണ് നമ്മളുടെ സാധാരണ സംഭാഷണ വേളയിൽ പോലും ഇതെന്താ ഇത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ട്, റോക്കറ്റ് സയൻസ് ഒന്നുമല്ലല്ലോ എന്ന് പറയാറുള്ളത്. ഒരു സാധാരണ ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെ കാര്യമാണിത്. അപ്പോൾ ആ റോക്കറ്റിൻ്റെ ചുണ്ടിൽ 2-3 മനുഷ്യരും കൂടി ഉണ്ടെങ്കിലോ? കഷ്ടിച്ച് ഒരു മാരുതി കാറിൻ്റെ വലിപ്പമുള്ള ക്യാപ്സൂളിൽ അവരുടെ ജീവൻ കുറച്ച് ദിവസത്തേക്ക് സംരക്ഷിക്കുക, അവരുടെ ഭക്ഷണം, ശ്വസിക്കാനുള്ള ഓക്സിജൻ, അന്തരീക്ഷമർദ്ദം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അമേരിക്കയും റഷ്യയും 60കളിൽ ഈ അഭ്യാസം തുടങ്ങിയ ആശാന്മാരായതാണ്. വീണ്ടും 40 കൊല്ലം കഴിഞ്ഞാണ് ചൈനയ്ക്ക് സ്പേസിലേക്ക് ആളെ അയക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞ് ഇന്ത്യയും. 2017 ഗഗൻയാൻ പദ്ധതി ആരംഭിക്കുമ്പോൾ 2022 ആളെ അയക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ കാര്യത്തിലേക്ക് കടന്നപ്പോഴാണ് കളി മാറിയത്. ഏറ്റവും പ്രധാനം മനുഷ്യർ ഇരിക്കുന്ന മേൽപ്പറഞ്ഞ ആ ക്യാപ്സൂളാണ്. അതൊരു കൊച്ചു ഭൂമിയാണ്. എന്ന് വെച്ചാൽ മനുഷ്യർ ഭൂമിയിൽ സുഖമായി കഴിയാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ സജ്ജീകരിക്കണം. പ്രാണവായു, അതിൻ്റെ മർദ്ദം, ടെമ്പറേച്ചർ, അതുപോലെ ശ്വസിക്കുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. ഭൂമിയിൽ അത് അന്തരീക്ഷം കൈകാര്യം ചെയ്തുകൊള്ളും. എന്നാൽ ഒരു ബഹിരാകാശ പേടകത്തിൽ അത് അപ്പോൾ നീക്കം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അതിനുവേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് സ്ക്രബറുകൾ എന്ന വസ്തുക്കൾ ഉപയോഗിക്കണം. ലിഥിയം ഓക്സൈഡ്, മെറ്റോക്സ് തുടങ്ങിയവയാണ് ബഹിരാകാശ വാഹനങ്ങളിൽ CO2 സ്ക്രബറുകളായി ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ സഞ്ചാരികളുടെ വിയർപ്പ്, മൂത്രം എന്നതൊക്കെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ശുദ്ധജലമാക്കി ഉപയോഗിക്കും. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഓരോ ഗ്രാം ഭാരവും നിർണായകമാണ്. ഇങ്ങനെ റീസൈക്കിൾ ചെയ്യുമ്പോൾ അത്രയും കുറച്ച് വെള്ളം കൊണ്ടുപോയാൽ മതിയല്ലോ. അതുപോലെ ഇവരുടെ ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് കളയണം. ഇവർക്ക് ശ്വസിക്കാൻ ആവശ്യമായ പ്രാണവായു, ഓക്സിജൻ നിറച്ച സിലിണ്ടറുകൾ കൊണ്ടുപോകും. അതിൽ നിന്ന് കൃത്യമായ അളവിൽ അവർ ഇരിക്കുന്ന ചേംബറിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യണം. അതുപോലെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന വേറെ പ്രധാന ഘടകങ്ങൾ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫറിക് പ്രഷർ, അന്തരീക്ഷത്തിലെ ഈർപ്പം, മോയ്സ്ചർ, ടെമ്പറേച്ചർ എന്നിവയാണ്. ഓക്സിജനോടൊപ്പം ഇക്കാര്യങ്ങളും ഉണ്ടാകണം. ഇതെല്ലാം ചേർന്ന ഇതിനെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ECLSS സിസ്റ്റം. എൻവയോൺമെൻ്റൽ കൺട്രോൾഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. പദ്ധതി തുടങ്ങിയപ്പോൾ ഈ ECLSS റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ടെക്നോളജി ട്രാൻസ്ഫറിലൂടെ വാങ്ങാം എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അവർ വേണ്ട വിധം സഹകരിച്ചില്ല. അവർ ഈ സിസ്റ്റത്തിന് വേണ്ടി മാത്രം ചോദിച്ച വില ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ആകെ മുടക്കുന്ന തുകയേക്കാൾ അധികമായിരുന്നു. ഒടുവിൽ പുറത്തുനിന്ന് വാങ്ങുക എന്നത് ഉപേക്ഷിച്ച്
നമ്മൾ സ്വന്തമായി ECLSS 0 നിന്നുണ്ടാക്കേണ്ടി വന്നു. ഓൾറെഡി എസ്റ്റാബ്ലിഷായ ടെക്നോളജിക്ക് ട്രയലുകൾ അധികം ആവശ്യമില്ല. പക്ഷേ പുതുതായി ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യജീവൻ വെച്ചുള്ള കളിയാകുമ്പോൾ അനേകം ട്രയൽ ആൻഡ് എററുകൾ ഒക്കെ വേണ്ടി വന്നു. സമയം, പണം, ഇതെല്ലാം ഒരുപാട് കരുതിയതിനേക്കാളൊക്കെ അപ്പുറം പോയി. എന്തായാലും നമ്മുടെ ശാസ്ത്രജ്ഞർ അത് അതിവേഗം നിർമ്മിക്കുക തന്നെ ചെയ്തു. മറ്റൊന്നാണ് വിക്ഷേപണ വാഹനം, റോക്കറ്റ്. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ LVM-3 ബാഹുബലി റോക്കറ്റാണ് ഗഗൻയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. എത്ര വിശ്വസ്തമായ റോക്കറ്റായാലും മനുഷ്യദൗത്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ അതിൻ്റെ സുരക്ഷ 10 മടങ്ങ് കൂട്ടിയേ മതിയാകൂ. ഓരോ സുരക്ഷാ സംവിധാനത്തിലും ഒന്ന് ഫെയിലായാൽ മറ്റൊന്ന്, അതും ഫെയിലായാൽ വേറൊന്ന് എന്ന കണക്കിൽ പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C, പ്ലാൻ D എന്നിങ്ങനെ റോക്കറ്റിൻ്റെ ഓരോ സംവിധാനവും, ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും പരിഷ്കരിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് അടുത്ത സിസ്റ്റത്തിലേക്ക് മാറണം. വിക്ഷേപണ വേളയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മുകളിൽ മനുഷ്യർ ഇരിക്കുന്ന ക്യാപ്സൂളിൻ്റെ അഗ്രത്തിൽ ഘടിപ്പിച്ച ഒരു കുഞ്ഞൻ റോക്കറ്റുണ്ട്. അത് പേടകത്തെ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി അതിനെ കൊത്തിയെടുത്തുകൊണ്ട് സുരക്ഷിതമായ അകലത്തേക്ക് പറന്നു മാറണം. അങ്ങനെ സുരക്ഷിതമായ അകലത്തിലെത്തിയതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ പാരച്യൂട്ടുകളിൽ ആ പേടകം താഴേക്കിറങ്ങും. ഇതിനെയെല്ലാം പെർഫെക്റ്റായി കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ കമാൻഡുണ്ട്. മുകളിൽ പറഞ്ഞ ECLSS പോലെ ഹ്യൂമൻ റേറ്റ് ചെയ്ത റോക്കറ്റിൽ ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു കമ്പ്യൂട്ടർ സംവിധാനമുണ്ട്. ഈ സിസ്റ്റമാണ് ഇപ്പറഞ്ഞ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നത്. ഒരു സാധാരണ ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്ന റോക്കറ്റിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ അടിമുടി മാറിയ റോക്കറ്റിനെയാണ് ഹ്യൂമൻ റേറ്റഡ് റോക്കറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ചില പ്ലാസ്റ്റിക്കുകളിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് കണ്ടിട്ടില്ലേ? ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ പൊതിയുന്ന ഈ പ്ലാസ്റ്റിക് സാധാരണ പ്ലാസ്റ്റിക് അല്ല എന്നതുപോലെയാണ് ഹ്യൂമൻ റേറ്റഡ് ആയതും അല്ലാത്തതുമായ റോക്കറ്റിൻ്റെ വ്യത്യാസം. ഈ ബാഹുബലി റോക്കറ്റിൻ്റെ ഹ്യൂമൻ റേറ്റിംഗ് പ്രോസസ്സ് ഏതാണ്ട് കഴിഞ്ഞു. അതിൻ്റെ ട്രയലുകളും കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാഹുബലിയെ ഹ്യൂമൻ റേറ്റ് ചെയ്യാനും നമുക്കൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. ചക്രം വീണ്ടും കണ്ടെത്തേണ്ടി വന്നു എന്നതുപോലെയായിരുന്നു ഇതും. ഇന്ത്യ ഇതുവരെ ബഹിരാകാശത്ത് ആളെ അയച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഗഗനചാരികളെ പരിശീലിപ്പിക്കാനുള്ള ട്രെയിനിങ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനുവേണ്ടി അവരെ റഷ്യയിൽ അയച്ച് മാസങ്ങളോളം ട്രെയിൻ ചെയ്തു. ബഹിരാകാശത്തെ അവസ്ഥ, പ്രത്യേകിച്ച് ഭാരമില്ലായ്മ, നമ്മൾ കണ്ടിട്ടില്ലേ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലൊക്കെ മനുഷ്യരിങ്ങനെ തുഴഞ്ഞ് നടക്കുന്നത്. അവിടെ ഭാരം അനുഭവപ്പെടുന്നില്ല. ആ ഭാരമില്ലായ്മ ഭൂമിയിൽ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് 2 വിധത്തിലുണ്ട്. വെള്ളത്തിനടിയിൽ കുറേയൊക്കെ ഭാരമില്ലായ്മയുണ്ട്, ഇല്ലേ? നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ, അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിലിങ്ങനെ തുഴഞ്ഞ് നടക്കാനൊക്കെ പറ്റുന്നത്. കാര്യം വെള്ളത്തിൽ നിന്ന് മുകളിലേക്കൊരു പ്രഷറുണ്ട്. ഒരു പരിധിവരെ ഭാരമില്ലായ്മ വെള്ളത്തിനകത്തുണ്ട്. മറ്റൊന്ന്, വലിയ ഒരു വിമാനം 40,000 അടി ഉയരത്തിൽ വെച്ച് അതിൻ്റെ എഞ്ചിൻ അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ടത് താഴേക്ക് വീഴാൻ അനുവദിക്കും. അങ്ങനെ ഗ്രാവിറ്റിക്ക് വിധേയമായി. അങ്ങനെ വീഴുന്ന സമയത്ത് ആ വിമാനത്തിനുള്ളിൽ ഭാരമില്ലായ്മ, വെയ്റ്റ്ലെസ്നെസ് ആണ്. കഷ്ടിച്ച് ഒരു 2000 അടിയൊക്കെ എത്തുമ്പോൾ വീണ്ടും എഞ്ചിൻ ഓൺ ചെയ്ത് വീണ്ടും പറക്കും. ഈ സംവിധാനങ്ങളൊന്നും ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം റഷ്യയിലാണ് ചെയ്തത്. ഇതിനിടയിൽ ശുഭാൻശു ശുക്ലയെ സ്പേസ് എക്സിൻ്റെ ഒരു ദൗത്യത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചും പരിചയം നേടി. അതിന് മാത്രം 500 കോടി രൂപ ചെലവായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ദൗത്യത്തിൽ ബഹിരാകാശ പരിചയമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അതുപോലെ മനുഷ്യ ദൗത്യങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യ സംവിധാനമാണ് സ്പേസ് സ്യൂട്ടുകൾ. ബഹിരാകാശ യാത്രികർ ധരിക്കുന്ന ആ സ്യൂട്ട് കണ്ടിട്ടില്ലേ? ബഹിരാകാശത്തെ എക്സ്ട്രീം കണ്ടീഷനിൽ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു അത്ഭുത വസ്ത്രമാണിത്. മനുഷ്യർ കയറിയ ഒരു സ്പേസ് ക്യാപ്സൂളിൽ ഉള്ള എല്ലാ സംവിധാനങ്ങളും, പ്രാണവായു, വെള്ളം, പ്രഷർ, ടെമ്പറേച്ചർ, ഇതെല്ലാമുള്ള ഒരു സ്യൂട്ടിന് എത്രയാണ് വില എന്നറിയുമോ? ഏകദേശം 10-15 കോടിയോളം രൂപയുണ്ട് ഇന്ത്യ ഡിസൈൻ ചെയ്ത സ്യൂട്ടിന്. ഇത് പേടകത്തിനുള്ളിൽ മാത്രം, അഥവാ IVA, ഇൻട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
നാസയിലൊക്കെ ഉപയോഗിക്കുന്ന പേടകത്തിന് പുറത്തിറങ്ങിയുള്ള ആവശ്യങ്ങൾ അഥവാ EVA എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സ്യൂട്ടിന് 100 കണക്കിന് കോടി രൂപ വിലയുണ്ട്. ഇപ്പോൾ ചന്ദ്രനിലൊക്കെ ഇറങ്ങുന്ന അവർ വെഹിക്കിളിന് പുറത്താണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സെക്യൂരിറ്റി സംവിധാനങ്ങൾ അതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. അതുപോലെ പേടകത്തിന് പുറത്തിറങ്ങിയുള്ള റിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അപ്പോൾ ധരിക്കുന്ന സ്യൂട്ട്. സ്പേസ് സ്യൂട്ടിനെ പറ്റി മാത്രം വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം, അത് മറ്റൊരു വലിയ വിഷയമാണ്. ഗഗൻയാൻ മിഷൻ ആവശ്യമായ സ്പേസ് സ്യൂട്ടും പൂർണ്ണമായി ഇവിടെ തന്നെ ഡിസൈൻ ചെയ്ത് ഇവിടെ നിർമ്മിക്കുകയാണ്. അതുപോലെ ബഹിരാകാശ യാത്രയിലെ ഏറ്റവും നിർണായകവും അപകടം പിടിച്ചതുമായ ഘട്ടമാണ് ഇവരുടെ തിരിച്ചുവരവ്. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിലാണ് പേടകം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഭീകരമായ വേഗതയിൽ പേടകത്തിൻ്റെ പരന്ന അടിഭാഗം വായു തന്മാത്രകളുമായി ഉരഞ്ഞ് ഫ്രിക്ഷൻ കാരണം ഭീകരമായി ചൂടാകും, ഏതാണ്ട് 2000 ഡിഗ്രി വരെ. ഈ ചൂട് ഒരുമാതിരിപ്പെട്ട ഒന്നിനും താങ്ങാനാവില്ല. നമ്മൾ ഉൽക്കകൾ വരുന്ന കണ്ടിട്ടല്ലേ, എങ്ങനെയാണ് ഈ ഉൽക്ക ഈ ഭീകരമായ സ്പീഡിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരഞ്ഞ് കത്തിപ്പോകുന്നതാണത്. ഈ കൊടും ചൂടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ലോഹങ്ങളും അലോയികളും തകർന്നു പോകും. ക്യാപ്സൂളിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അതിശക്തമായ ഒരു ഹീറ്റ് ഷീൽഡ് ആവശ്യമാണ്. ഇത് പല തരത്തിലുണ്ട്. സിറാമിക് മെറ്റീരിയലുകളുണ്ട്, പ്രത്യേക റീഇൻഫോഴ്സ്ഡ് കാർബണുണ്ട്. ഇന്ത്യ ഉപയോഗിക്കുന്നത് നാസ അപ്പോളോ മിഷനിലും ഇപ്പോഴത്തെ ആർടെമിസ് മിഷനിലും ഒക്കെ ഉപയോഗിച്ച കാർബൺ ഫെനോളിക് ബേസായ അബ്ലേറ്റീവ് ഹീറ്റ് ഷീൽഡ് ടെക്നോളജിയാണ്. ഇത് പേടകത്തിൻ്റെ ഏറ്റവും അധികം വായുവുമായി സമ്പർക്കം വരുന്ന ഭാഗത്ത് പൊതിഞ്ഞിട്ടുണ്ടാകും. പേടകം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ചൂടാകാൻ തുടങ്ങുമ്പോൾ ഈ കവചം സ്വയം കത്തി ഉരുകി അങ്ങ് പോകും. അങ്ങനെ ഉണ്ടാകുന്ന ചൂട് മുഴുവൻ അപ്പോൾ ഈ ചൂട് പേടകത്തിൻ്റെ ഉള്ളിലേക്ക് പോകാതെ അത് സ്വയം കത്തി അങ്ങ് തീരും. അങ്ങനെ താഴേക്ക് വന്ന് വായുവിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ പേടകത്തിൻ്റെ വേഗം കുറയുകയും ഫ്രിക്ഷൻ കാരണമുള്ള ചൂട് കുറഞ്ഞു വരികയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് പാരച്യൂട്ടുകൾ വിടരുന്നത്. അതുവരെ ഏതാണ്ട് 100 കിലോമീറ്റർ അതിലുള്ള മനുഷ്യജീവനുകളെയും കൊണ്ട് ചുട്ടുപഴുത്ത അഗ്നിഗോളം പോലെയുള്ള ഈ പേടകം ചക്ക വെട്ടിയിട്ടതുപോലെ വീഴുകയാണ്. ഈ സമയം കൊടും ചൂട് കാരണം പേടകത്തെ പ്ലാസ്മ പൊതിയുന്നത് കൊണ്ട് പേടകത്തിനകത്തേക്കോ പുറത്തേക്കോ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കില്ല. ഒന്നും അറിയില്ല. ആ സാധനം വരുന്നുണ്ടെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അതിൻ്റെ അകത്ത് അവരോട് സംസാരിക്കാനോ അവർക്ക് സംസാരിക്കാനോ ഒന്നും കഴിയില്ല. ഈ അവസ്ഥയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് എന്നാണ് പറയുക. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ആർടെമിസ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിൽ ചിലത് പറഞ്ഞു, അയ്യോ പേടകവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു, എന്തോ ഭയങ്കര അപകടമുണ്ടാകാൻ പോകുന്നു. ഒന്നുമല്ല, എല്ലാ ബഹിരാകാശ ദൗത്യങ്ങളിലും ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകും. അതാണ് സംഭവം. ഏകദേശം 4000 അടി മുകളിൽ വെച്ചാണ് ആദ്യഘട്ട പാരച്യൂട്ടുകൾ വിടരുന്നത്. അത് പേടകത്തിൻ്റെ വേഗത കുറയ്ക്കും. അങ്ങനെ വേഗത കുറഞ്ഞു കഴിയുമ്പോൾ അതിന് അറസ്റ്റിംഗ് പാരച്യൂട്ടുകൾ എന്നാണ് പറയുക. അങ്ങനെ വേഗത കുറഞ്ഞു കഴിയുമ്പോൾ അവ പേടകത്തിൽ നിന്ന് അടർന്നു മാറി പ്രധാന പാരച്യൂട്ടുകൾ വിടരും. ഇവയിൽ തൂങ്ങി ആടിയാണ് പേടകം കടലിൽ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞും പേടകത്തിൻ്റെ പുറത്ത് നല്ല ചൂടുണ്ടാകും. ഇതൊന്ന് തണുത്തതിന് ശേഷമേ യാത്രികരെ പുറത്തിറക്കാൻ കഴിയൂ. ഇവ സാധാരണ പാരച്യൂട്ടുകളല്ല. ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. ഇവ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ 3 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് പേടകം തള്ളിയിട്ട് പല പ്രാവശ്യം ഡ്രോപ്പ് ടെസ്റ്റ് നടത്തി. പേടകം താഴേക്ക് വരുമ്പോഴുള്ള എയറോഡൈനാമിക്സ്, പാരച്യൂട്ടുകളുടെ പ്രവർത്തനം എല്ലാം ഉറപ്പുവരുത്തി. ഇനി മനുഷ്യരില്ലാതെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടുമായി പേടകം വിക്ഷേപിക്കുന്നുണ്ട്. അതിൽ ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിയൽ ടൈമായി ടെസ്റ്റ് ചെയ്യും. വിക്ഷേപണം മുതൽ പേടകം തിരിച്ചിറങ്ങിയുള്ള റിക്കവറി വരെയുള്ള ഈ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ടെസ്റ്റ് ചെയ്ത് മെറ്റിക്കുലസായി അനലൈസ് ചെയ്യും. എന്തെങ്കിലും ഡേറ്റ എക്സ്പെക്റ്റഡ് ലൈനിൽ നിന്ന് വ്യത്യാസപ്പെട്ടാൽ അത് വീണ്ടും കറക്റ്റ് ചെയ്യണം. അങ്ങനെ ആളില്ലാത്ത 2 വിക്ഷേപണങ്ങൾ കൃത്യമായി ചെയ്ത് എല്ലാ കാര്യങ്ങളും 150% ഉറപ്പാക്കിയിട്ടേ മനുഷ്യരെ കയറ്റിയുള്ള ലോഞ്ച് ചെയ്യുകയുള്ളൂ. ഇന്ത്യ ഇതാദ്യമായി ചെയ്യുന്നത് കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പല മടങ്ങ് സൂക്ഷ്മമായിരിക്കണം. ഈ അതിസങ്കീർണമായ ടെക്നോളജികളെല്ലാം
ഇവിടെ നമ്മുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതാണ്. ഇതിനെല്ലാം കൂടി ചെലവ് 9,000 കോടിയാണ്. നാസയും റഷ്യയുമൊക്കെ ചെലവാക്കുന്നത് നോക്കിയാൽ ഇത് വളരെ കുറവാണ് കേട്ടോ. അതായത് കൂട്ടുകാരെ, ബഹിരാകാശ യാത്ര എന്നത് കുന്നംകുളത്ത് പോകുന്നത് പോലെയല്ല. അമേരിക്കയിലും റഷ്യയിലും ഈ ടെക്നോളജികൾ വികസിപ്പിക്കുന്നത് ഒരുപാട് വൻ കോർപ്പറേറ്റുകളാണ്. ചൈനയുടെ ബഹിരാകാശ ടെക്നോളജികളിൽ ഭൂരിഭാഗവും അധികൃതവും അനധികൃതവുമായി റഷ്യയിൽ നിന്ന് ലഭിച്ചതാണ്. ഇവിടെ പൂജ്യത്തിൽ നിന്നും ഓരോ ടെക്നോളജിയും ഉണ്ടാക്കിയെടുത്തത് ISRO ശാസ്ത്രജ്ഞർ മാത്രമാണ്, അതും പരിമിതമായ റിസോഴ്സും ഫണ്ടും കൊണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ബഹിരാകാശ മേഖല ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത്. അവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാം, നമുക്ക് അഭിമാനിക്കാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.